institutions will help you to get more എന്താ പറയുക റെക്കഗ്നേഷൻ ആസ് എ സർട്ടിഫിക്കറ്റ് വാല്യൂ. ഇപ്പോൾ നമ്മൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ഈ കറണ്ട് കണ്ടുപിടിച്ചവരും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവരും അല്ലെങ്കിൽ വിൻഡോസ് ബിൽഗേറ്റ്സ് ആരും ഈ പറഞ്ഞ പോലെ വലിയ പഠിപ്പും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ വന്നവരാണ്. അത് പറഞ്ഞ പോലെ എല്ലാം വർക്ക് ചെയ്യുന്ന മനുഷ്യൻ്റെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പം ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതാണ് ഇതിലുണ്ടാകുന്ന ഒരു എൻട്രി ഈസ് ഈസി. പക്ഷേ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് ഞാനൊരു 10-17 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു 1-1.5 കൊല്ലം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു സിലബസാണ്. ആ സിലബസിലുള്ളത് മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. ആ സിലബസിലുള്ളത് ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുട്ടികളുടെയും ഞാൻ കാണുന്നൊരു പ്രോബ്ലം ഈസ് അവർ ഈ പറഞ്ഞ പോലെ അവരെ പഠിപ്പിക്കുന്നത് വണ്ടിയുടെ എൻജിനെ പറ്റി. ഒരു വർക്ക്ഷോപ്പ് ലെവലിൽ പറയുകയാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ അത് ഇങ്ങനെ ഇത്തരം മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഇതിന് ഇത്തരം ഓയിൽ ഒഴിച്ചാൽ ഇത് ഓടും, ഇത്ര ഇതിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടും, എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഇങ്ങനത്തെ പെയിൻറ്റ് അടിക്കണം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ കംഫർട്ടബിൾ ഉണ്ടാവും, എൻജിൻ ഇങ്ങനെ ഇത്ര ഡയമീറ്റർ സെക്ടറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഇത്ര പവർ കിട്ടും, പുള്ള് കിട്ടും, എല്ലാം പഠിപ്പിക്കും. പക്ഷേ വണ്ടി ഓടിക്കാൻ മാത്രം അവനറിയില്ല. ആരും ഇൻസ്പയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഔസപ്പച്ചൻ സാർ എന്നെ ഒരുപാട് എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, അപ്പം നല്ല മ്യൂസീഷ്യനാണ്. അദ്ദേഹം എന്നിലുള്ളിലുള്ള ആ ടാലൻറ്റ് അദ്ദേഹം ഒന്ന് കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ അത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സിനിമ മ്യൂസിക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഒരു ഹാർമോണിയം വെച്ച് കമ്പോസ് ചെയ്തു പാട്ടുണ്ടാക്കും, അതല്ല സംഗീതം. അത് എനി മ്യൂസീഷ്യൻ ക്യാൻ ഡു. ബട്ട് ഇതെങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ ക്ലയൻസിനെ ഡീൽ ചെയ്യണം, എങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. സിനിമ ചെയ്യുന്ന മ്യൂസിക് മാത്രം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് വി കനോട്ട് എക്സ്പ്ലെയിൻ. എന്നുള്ള അത്രയും അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു ഒരു സിറ്റുവേഷൻസ്, യു വിൽ ഫേസ് ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് ഇൻ മ്യൂസിക് ഡയറക്ഷൻ. മ്യൂസിക്കിനെ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഡെഫിനറ്റ്ലി വി നീഡ് ടു ഡയറക്റ്റ് ദ മ്യൂസിക് എന്നുള്ള രീതിയിലാണ്. മ്യൂസിക് അറിഞ്ഞതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഒരു 10-17 വർഷം ഔസപ്പച്ചൻ സാറിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പം എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നൊരു ചിന്തിക്കുമ്പം ഒരുപക്ഷെ നമ്മളുടെ പേരക്കുട്ടികൾക്ക് എടാ അപ്പൂപ്പൻ ചെയ്ത പടം കാണാമെന്ന് പറഞ്ഞ് ഇട്ട് കാണിക്കാനെങ്കിലും 4 നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ. ഇപ്പം അതിനുശേഷം ഈ അടുത്ത കാലത്ത് അൻവർ കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് കാസിനോവ, അങ്ങനെ കുറച്ച് പടങ്ങൾ ഇപ്പോൾ വരാൻ തുടങ്ങി. സോ അതിനുശേഷം ഇപ്പോൾ ഐ ഗോട്ട് കമ്മിറ്റഡ് ടു അറൗണ്ട് അതിനുശേഷം ഉസ്താദ് ഹോട്ടൽ വന്നു. ഉസ്താദ് ഹോട്ടൽ ഇസ് എന്താ പറയുക, എൻ്റെ മൈ ബ്ലഡ്, എൻ്റെ രക്തം വേണമെങ്കിൽ പറയാം. അത്രയും ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. സോ അതിനെനിക്ക് ഈ ഒരു സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് ഇസ് ടു ഹൈ. അതെനിക്ക് ഇനിയും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് തന്നു ആ പടം. അപ്പോൾ ഇനിയും ഒരുപാട് ABCD, ലോട്ട് ഓഫ് അതർ ഫിലിംസ്. അപ്പം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു. ഇത്ര നാൾ ഞാൻ പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇൻട്രോ. ഐ എം ടെല്ലിങ് ലൈക്ക് ഐ മീൻ സീരിയസ്ലി ഇൻ ടു മ്യൂസിക് ഡയറക്ഷൻ. സോ ഐ എം ഹാപ്പി ദാറ്റ് when I get into seriously when I was doing advertisements, I used to get more ads. When I seriously do programming, I used to get a lot of programming sessions. Now I'm seriously into films as music direction. So I'm getting around 9 to 10 films in hand. So happy about it. That's all. നമ്മുടെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സിന് നമ്മൾക്ക് ജോലി നന്നായിട്ട് അറിയാവുന്ന വിശ്വാസമുള്ളവർ മാത്രമേ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് അടുത്ത സാർ ഞാനിങ്ങനെ പടം ചെയ്യും, നമുക്കിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പോയിട്ടില്ല. അവർ എൻ്റെ വർക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റോ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യണമെന്നുള്ള പൂർണ്ണമായ ധാരണയിലാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പം ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സകല റെസ്പോൺസിബിലിറ്റിയും നമ്മളുടേതാണ്. അപ്പം ഒരു സൗണ്ട് അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇവിടെ ഇങ്ങനെ സൈലൻസ് വിടണം, ഇത്രയും സൈലൻസ് വിടാം എന്നതിനെപ്പറ്റി തീരുമാനം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതിനുള്ളൊരു ഫ്രീഡം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സും എനിക്ക് തരുന്നുണ്ട്.